പണിമുടക്കിനോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി യാത്രി നിവാസിൽ എത്തിച്ചേർന്നു. AITC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അഷ്റഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുതലാളിമാർ പറയുന്നത് ഇത്തരം നിയമങ്ങൾ ഇതൊരു വലിയ കീറാമുട്ടിയാണ്, ഇതൊരു വലിയ തടസ്സമാണ്. എന്തിനാണ് ഈ 44 നിയമം ഉണ്ടാക്കിയത്? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ വേണ്ടിയാണ്. അതാണ് അതിന്റെ പ്രധാനമായ വിഷയം. മാന്യമായി ജീവിക്കാൻ. നമ്മളൊരു തൊഴിലാളിയാണ് എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെടുന്നവരായി മാറാൻ പാടില്ല. നമുക്ക് ഒരു ഫിക്സഡായി നമുക്ക് ഒരു ജീവിതത്തിനുള്ള ഒരു വരുമാന മാർഗം നമുക്കുണ്ടാകണം. സ്ഥിരമായ വരുമാനമില്ലാത്ത കുടുംബങ്ങളിലെല്ലാം നാട്ടിൽ അരക്ഷിതാവസ്ഥ നിശ്ചയമായുണ്ടാകും. ഈ കരാർ ജീവനക്കാരുടെ മേഖലയിലും താൽക്കാലിക ജീവനക്കാരുടെ മേഖലയിലും ഫിക്സഡ് എംപ്ലോയ്മെന്റും പാടില്ല എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? തൊഴിലാളികളിൽ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുകയാണ്. തൊഴിലാളികൾ ബാധിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെ ബാധിക്കുകയാണ്. ഭർത്താവിന് ഇന്ന് ജോലി ഉണ്ടായി, നാളെ ഉണ്ടായിരിക്കില്ല. ഭാര്യയ്ക്ക് ഇന്നുണ്ടെങ്കിലുണ്ട്, നാളെ ഇല്ല. അപ്പൊ അവരുടെ ജീവിത വരുമാന മാർഗം നിലയ്ക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ സംവിധാനങ്ങൾ തകടം പറയുന്നു. 1000 രൂപയാണെങ്കിൽ 2000 രൂപയാകട്ടെ, 1,00,000 രൂപയാകട്ടെ, 10,000 രൂപയാകട്ടെ, ഒരു മാസം ഞാൻ ജോലിക്ക് പോകാൻ സന്നദ്ധനായാൽ എന്റെ കുടുംബത്തെ പോറ്റാൻ എനിക്ക് ഒരു മാസം ഒരു 10,000 രൂപ സ്ഥിരമായി എനിക്ക് ലഭിക്കും എന്ന ഒരു ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ 10,000-ത്തിനനുസരിച്ച് എന്റെ കുടുംബ ചെലവുകൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കാകും. മണ്ഡലം സെക്രട്ടറി രാജേഷ് കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി സുജു ജോണി സ്വാഗതവും ഏരിയ ട്രഷറർ KE നൌഷാദ് നന്ദിയും രേഖപ്പെടുത്തി. CITU ജില്ലാ കമ്മിറ്റി അംഗം PM സലീം, AITC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV ശശി എന്നിവർ സംസാരിച്ചു. VP ഖാദർ, TM നസീർ, KA മൈദീൻ പിള്ള, MP സന്തോഷ്, NG രാജേഷ്, G ആനന്ദകുമാർ, വിശ്വാസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.